ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മളിവിടെ ഇന്ന് വായിച്ച് കേട്ടത്. ഈ വേദഭാഗം നമ്മെ സൂചിപ്പിക്കുന്നത് ദ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ദ വേർഡ്, ദൈവവചനത്തിൻ്റെ മുൻ അസ്തിത്വം എന്നുള്ള ഈ വിഷയമാണ് നമ്മളിവിടെ വായിക്കാൻ കഴിയുന്നത്. ഇവിടെ ദൈവവചനം അല്ലെങ്കിൽ വചനം എന്നുള്ള വാക്കാണ് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതായ ഒരു വാക്യമാണിത്. വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ബിഗിനിങ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ആദി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ആരംഭമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിൽ നമുക്ക് വളരെയധികം അറിയുന്നതായ ഒരു പദപ്രയോഗമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ താൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു അവന് വെളിപ്പെട്ട് പറഞ്ഞതായ ഒരു കാര്യം, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ വായിച്ചതായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യവും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും പറയുന്നത് പോലെ തന്നെ ആദിയിൽ, നിത്യതയിൽ, അതായത് സമയം എന്നുള്ള വിഷയത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇൻ ദ ബിഗിനിങ് ആണ്. അതുപോലെ എൻഡ്, അവസാനം എന്ന് പറയുന്നതും നിത്യതയാണ്. അപ്പോൾ മൽക്കീസദേക്കിനെ കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവന് ആദിയില്ല, അന്ത്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു അവൻ ആദ്യനും അന്ത്യനുമാണ്, അൽഫയും ഒമേഗയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം എന്നുള്ള ഈ വാക്ക് അന്നത്തെ ഗ്രീക്ക് സമൂഹത്തിന് വളരെ പരിചയമുള്ള ഒരു വാക്കാണ്. കാരണം അവർ ദൈവത്തെ വചനമായിട്ടാണ് അറിഞ്ഞിരുന്നത്. ദൈവം വചനമാണ്. അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ ഈ യവന ഭാഷ സംസാരിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായ വചനമായവൻ, അവൻ ആദിയിലുള്ളവനാണ്. അപ്പോൾ അവർ വചനമായി കാണുന്ന ദൈവത്തെ യോഹന്നാൻ പറയുന്നു അവൻ ആദിയിലുള്ളവനാണ്. അപ്പോൾ നോക്കിക്കേ, എത്രമാത്രം ഒരു ഗൗരവമേറിയ വിഷയമാണ് ഇവിടെ യോഹന്നാൻ സംസാരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സുവിശേഷങ്ങളുടെ എഴുത്തുകാരെന്ന് പറയുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 പേരാണല്ലോ. ഈ 4 പേരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നത്. മറ്റ് 3 പേരും പരാമർശിക്കാത്ത യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവ ആത്മാവിൽ ഗ്രഹിച്ചാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത് യോഹന്നാനിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കണമെന്നും പഠിക്കണമെന്നും വളരെ വ്യക്തതയോടുകൂടെ പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും യേശുക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് യേശു ഈ ഭൂമിയിൽ ജനിച്ച മഹാന്മാരിൽ ഒരുവനായിട്ടാണ്, അല്ലെങ്കിൽ ജനിച്ചതായ മനുഷ്യരിൽ ഒരുവനായ മഹാനായി തീർന്ന ഒരാളായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കേവലം ഒരു മഹാൻ മാത്രമല്ല, മറിച്ച് അവനെക്കുറിച്ചുള്ള ദൈവീക നിർണയം, യേശുക്രിസ്തു ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് യോഹന്നാൻ വളരെ വ്യക്തതയോടുകൂടെ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കാർക്കും പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല. ഇത് ദൈവത്തെക്കുറിച്ച് പറയുന്നു, ഓക്കെ, നമുക്ക് യാതൊരു കൺഫ്യൂഷനുമില്ല. പക്ഷേ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പല ആളുകളുടെയും കൺഫ്യൂഷൻ ആരംഭിക്കുക. ഞാൻ 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും
അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമായ ദൈവത്തോടു കൂടിയതായ ആ ദൈവം മുഖാന്തിരം സകലവും ഉളവായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ നമ്മൾ ഈ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, സകലവും അവൻ മുഖാന്തിരം ഉളവായി എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടെ ഇവിടെ യോഹന്നാൻ സംസാരിക്കുകയാണ്. ആരാണ് സൃഷ്ടാവ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അത് യഹോവയായ ദൈവം, യഹോവ എന്ന നാമത്തിലുള്ള ദൈവമാണ് സൃഷ്ടി ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞാൽ വചനമായവനിലൂടെ സകലതും ഉളവായി. കൊലോസ്യൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തിരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തിരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ഉളവാക്കിയവനെക്കുറിച്ച്, സൃഷ്ടിച്ചവനെക്കുറിച്ച് പറയുന്നു. നമ്മൾ നേരത്തെ കണ്ടു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ യഹോവയായ ദൈവമാണ് സൃഷ്ടാവ് നമ്മൾ കണ്ടു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അതേ യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ. അപ്പോൾ എന്താണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സകല സൃഷ്ടികളും അവരാണ് സൃഷ്ടിച്ചത്. അതുപോലെ നമ്മുടെ കണ്ണിൽ കാണാത്തതായ സകല കാര്യങ്ങളും സൃഷ്ടിച്ചത് ദൈവമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും. എന്നാൽ ഈ യഹോവയായ ദൈവം ആരാണ് എന്നുള്ള ചിന്തയാണ് നമ്മളിനിയും ചിന്തിക്കാൻ പോകുന്നത്. ആയതിനായി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ നമ്മൾ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. എന്നിട്ട് വായിക്കുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. The word became flesh and made his dwelling among us. ചില ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാറുണ്ട്. അവർ പറയുന്നത് യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കും യേശു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ളത്? കാരണം വളരെ വ്യക്തമായി പറയുന്നു, ആദിയിൽ വചനമായിരുന്നവൻ. നമ്മൾ 14-ാം വാക്യത്തിൽ വായിച്ച പോലെ ആ വചനം ജഡമായി തീർന്നു. ദാറ്റ് വേർഡ് ബിഗെയിം ഫ്ലഷ് എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം അവൻ ജഡമായി തീർന്നു, മനുഷ്യവേഷം എടുത്തു എന്ന് പറയുമ്പോൾ ആരാണ് സൃഷ്ടാവ് എന്നുള്ള ആ വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഈ ലോകത്തിൽ പറയുന്ന ഭൂമിയിൽ ജനിച്ച സകല മഹാന്മാരിൽ ഒരു മഹാനാണ് യേശു എന്നുള്ള ആ വാദത്തിന് തിരുത്തു കൊടുക്കുകയാണ്. അവൻ മഹാന്മാരിൽ ഒരുവനല്ല, പ്രത്യുത അവൻ തന്നെയാണ് ദൈവം. ആ ദൈവമാണ് സകലവും സൃഷ്ടിച്ചത്. അവൻ മുഖാന്തരം സൃഷ്ടിച്ചു, അവന് വേണ്ടി സൃഷ്ടിച്ചു, അവനാൽ സകലതും ഉളവായി എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ശൂന്യതയിൽ നിന്നും അവൻ സകലത്തിനെയും സൃഷ്ടിച്ചവനാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജനിച്ചതായ മഹാന്മാരിൽ ഒരുവനായി നമുക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം ഈ ഭൂമിയിൽ ജനിച്ച മഹാന്മാരോട് നമുക്ക്
യേശുവിനെ ഒരിക്കലും കമ്പയർ ചെയ്യുവാൻ സാധിക്കത്തില്ല. കാരണം അവൻ വചനം ജഡമായി തീർന്ന് ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. താൻ പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂഷനാണ്, ദൈവത്തിൻ്റെ ഒരു സ്വഭാവ വിശേഷണ ഗുണമാണ്. എന്താണ് കൃപ? സത്യം. ഇത് നിറഞ്ഞവനായി, ദൈവവചനം നിറഞ്ഞവനായി, കൃപ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു പദം ടാബർനാക്കിൾഡ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് താമസിച്ചു. കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുക്രിസ്തു ജനനത്തെ അനൗൺസ് ചെയ്യുമ്പോൾ ദൂതൻ മറിയയോട് പറയുന്നൊരു കാര്യമുണ്ട്. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഈ വചനം ജഡമായി തീർന്ന ആ വ്യക്തിത്വത്തിൻ്റെ പേര് യേശു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ യഹോശുവ എന്നൊരു പദമാണ് നമുക്ക് അതിന് തുല്യമായി എബ്രായ പദത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഗ്രീക്കിലേക്ക് കടന്നു വരുമ്പോൾ അത് ജസൂസ് എന്നൊരു പദമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ മലയാള വേർഷനാണ് നമ്മൾ യേശു എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോശുവ, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിച്ചതായ യോശുവയുടെ പേരും യഹോശുവ എന്നുള്ളതാണ്. അതിനർത്ഥം ദൈവം രക്ഷകൻ, യഹോവ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് യഹോശുവ എന്ന് നമുക്ക് ആ പദത്തെ കാണാൻ സാധിക്കുന്നത്. അതേ അർത്ഥം തന്നെയാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അവൻ രക്ഷകനാണ്. അവൻ യേശു എന്ന പേര് രക്ഷകനാണെന്നുള്ളതാണ്. എന്നാൽ അതേ സമയം തന്നെ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആരും യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചില്ല. ആ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ളതിന് ആ പേരിനേക്കാൾ ഉപരി ആ പേരിൻ്റെ അർത്ഥത്തിനാണ് അവിടെ പ്രാധാന്യതയുള്ളത്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. അതേ ആശയത്തിലാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ടാബർനാക്കിൾഡ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് താമസിച്ചു. ഈ പദം ഒരുപക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനം അവർ മിസ്രൈം വിട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശ മുഖാന്തരം കൊടുത്ത നിയമം ഇതായിരുന്നു. ദൈവം അവരോടുകൂടെ വസിക്കേണ്ടതിനാണ് അവർ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത പ്രകാരം അതേ പാറ്റേണിൽ ഒരു കൂടാരം ഉണ്ടാക്കണം. ആ കൂടാരത്തെ വിളിക്കുന്ന പേരാണ് ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരം എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലായിരുന്നു ഈ ടാബർനാക്കിൾ ഉണ്ടാക്കുവാൻ ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. ഈ സമാഗമന കൂടാരത്തിൻ്റെ ഒരു വിശേഷണ ഗുണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഷെക്കേന, ദൈവത്തിൻ്റെ തേജസ് എപ്പോഴും ആ സമാഗമന കൂടാരത്തിൽ ഇറങ്ങുന്നത് ഇസ്രായേൽ ജനത്തിന് കാണുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവർ ആ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ദൈവത്തെ തേജസ് സമാഗമന കൂടാരത്തിന്മേൽ വന്നു. ജനമെല്ലാം ചിന്തിക്കുന്നു, ദൈവം ഞങ്ങളോടുകൂടെ എന്ന് മാത്രമല്ല, അവർ ഈ സമാഗമന കൂടാരത്തെ സെൻറ്റർ ചെയ്ത്, സമാഗമന കൂടാരം എവിടെയായിരിക്കുന്നുവോ അതിനു ചുറ്റുമായിരുന്നു ഇസ്രായേൽ ജനം ക്യാമ്പ് ചെയ്തത്. സമാഗമന കൂടാരത്തിൽ നിന്നുമായിരുന്നു അവരുടെ പല കാര്യങ്ങളും ആരംഭിക്കുന്നത്. മോശ മുഖാന്തരം ദൈവം ജനത്തിന് കൊടുത്ത നിയമത്തിൻ്റെ കൽപ്പലകൾ സമാഗമന കൂടാരത്തിലായിരുന്നു. അഹരോന്റെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതായ അഹരോന്റെ വടി ഈ സമാഗമന കൂടാരത്തിലായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ജനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സെൻറ്റർ ചെയ്യുന്നത് സമാഗമന കൂടാരമായിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സെൻട്രൽ പോയിൻ്റ് ആയിരിക്കണം. യേശുവിനെ കൂടാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല.
യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സകലമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യമാണെങ്കിൽ പോലും കർത്താവിനോട് ചോദിക്കാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ചില ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും ഈ ജനം ആയിരുന്നപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് ഈ സമാഗമന കൂടാരം അവരുടെ കൂടാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തുവാണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം മോശ മുഖാന്തരം കൊടുത്തതായ ന്യായപ്രമാണം, നിയമം ഈ പെട്ടകത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ജനം ഈ നിയമത്തെ അനുസരിക്കണമായിരുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുസരിക്കേണ്ട ദൈവിക നിയമങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ദൈവിക നിയമത്തിന്, ദൈവവചനത്തിന് നാം കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ഈ കൂടാരം ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അതായത് നാം വസിക്കേണ്ടത് ദൈവത്തിൻ്റെ മന്ദിരത്തിലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവ് യേശു ക്രിസ്തുവിലാണ് നാം വസിക്കേണ്ടത്. കാരണം അവൻ ദൈവമാണ്. അവൻ നമ്മോടുകൂടെ കൂടാരമടിച്ചിരിക്കുന്നു. നാം അവൻ്റെ കൂടാരത്തിലാണ് പാർക്കേണ്ടത്. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവമേ ആർ നിൻ്റെ കൂടാരത്തിൽ പാർക്കും. അപ്പോൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നമ്മൾ വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ്. യേശു നമ്മുടെ സകലവുമായിരിക്കണം. നമ്മുടെ ജീവശ്വാസം യേശുവായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും നിങ്ങൾ യേശുവിനെയാണ് ധ്യാനിക്കേണ്ടത്. യേശു നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഒരു പ്രയാസം വരുമ്പോൾ മാത്രമല്ല യേശു നിങ്ങൾക്കായിട്ട്, ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ മാത്രമല്ല നിങ്ങൾ യേശുവിനെ വിളിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിലും യേശു നിങ്ങളോടുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ കൂടാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഈ കൂടാരത്തിലായിരുന്നു ദൈവം വെളിപ്പെട്ട് വരുന്നത്. പലപ്പോഴും ഈ ജനം ദൈവത്തിൻ്റെ ശെക്കേന കണ്ടു, ദൈവത്തിൻ്റെ തേജസ് ഇവർ കണ്ടു. ഈ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പലപ്പോഴും മേഘം ഇങ്ങനെ ഇറങ്ങുന്നത് അവർ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവികമായ വെളിപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയേക്കണം, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പല ആളുകളും ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ആവശ്യം വരുമ്പോൾ പെട്ടെന്നൊരു സാമ്പത്തിക നന്മ വരുന്നു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദൈവം നമ്മോടുകൂടെയുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഒരു മാനദണ്ഡമല്ല. കാരണം വിശുദ്ധ വേദവചനം പറയുന്നു, ദൈവം എല്ലാവർക്കും നല്ലവനാണ്. ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ദൈവം ഒരുപോലെ മഞ്ഞും മഴയും കൊടുക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക നന്മ ദൈവം തന്നതുകൊണ്ട് ദൈവം എന്നോടുകൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. മറിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു പാപബോധം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളിൽ കർത്താവ് വസിക്കുന്നു. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങളെടുക്കുമ്പോൾ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സാന്തരപ്പെടുമ്പോൾ ദൈവം നിങ്ങളോടുകൂടെ വസിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആ കൃപാസനത്തിലേക്ക് നിങ്ങൾക്ക് ആത്മീയമായി അടുത്തു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ആ റെവലേഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഈ കൂടാരത്തിലായിരുന്നു ഇസ്രായേൽ ജനം യാഗങ്ങൾ, ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആരാധന കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കും. യേശു പറഞ്ഞില്ലേ ശമര്യക്കാരി സ്ത്രീയോട്, നിങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ഒരിക്കലും ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല നമ്മുടെ ആരാധന സെൻറ്റർ ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ ആരാധന കേന്ദ്രീകരിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. നിങ്ങളുടെ ആരാധന യേശുവിലാണ്. നിങ്ങൾക്ക് പുകഴുവാൻ യേശുവിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ സൂചന. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം മുഴുവനും ഒന്നിച്ചു കടന്നു വന്ന് ആരാധിക്കുന്നത് ഈ സമാഗമന കൂടാരത്തിലായിരുന്നു, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിന് മുമ്പിലായിരുന്നു.
84 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കോരകൂത്രന്മാർ പാടുന്നു, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. മനോഹരമായ സങ്കീർത്തനമാണ്. എന്ന് പറയുന്ന പോലെ യേശുവിൻ്റെ നാമത്തിലാണ് ആരാധന. ലോകത്തിൽ ഒരു നാമത്തിലും നമുക്ക് ആരാധിപ്പാൻ കഴിയത്തില്ല. അത് എത്ര വലിയ പുണ്യവാളനാണെങ്കിലും, എത്ര വലിയ മധ്യസ്ഥനാണെന്ന് പറഞ്ഞ ഈ ലോകം പറയുന്ന ആളുകളാണെങ്കിലും, നമ്മുടെ ആരാധന യേശുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ജനിച്ച മഹാന്മാരിൽ ഒരുവനല്ല കർത്താവ് യേശു ക്രിസ്തു. മറിച്ച് കർത്താവ് യേശു ക്രിസ്തു അവൻ ദൈവമാണ്, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തവനാണ്. ഈ യേശുവിനെ നമുക്ക് ആരാധിക്കുവാൻ, ഈ യേശുവിനെ നമുക്ക് സ്വീകരിക്കുവാൻ, ഈ യേശുവിൽ നമുക്കായിരിക്കാൻ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെട്ട് നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.